തൃശൂരിലേക്ക് പോകാം. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു. മുൻ കോർപ്പറേഷൻ കൗൺസിലർ ജയപ്രകാശ് പൂവത്തിങ്കലാണ് പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് നേതൃത്വം തന്നെ തുടർച്ചയായി അവഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മത്സരത്തിനിറങ്ങിയത്. താൻ എപ്പോഴും കോൺഗ്രസ് അംഗമാണെന്ന് ജയപ്രകാശ് പറയുന്നു. നട്ടരാജ് പരശുരാം വിശദാംശങ്ങൾ നൽകും. നട്ടരാജ്, ജയപ്രകാശ് പൂവത്തിങ്കൽ എങ്ങനെ വിമത സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരിക്കുന്നു? പത്രിക പിൻവലിക്കാനുള്ള സമയത്തിന് പുറത്ത് ജയപ്രകാശിനെ അനുനയിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുമോ? എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം? അനുനയിപ്പിക്കാൻ ഒരു ശ്രമം പാർട്ടി നേതൃത്വം നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഈ ജയപ്രകാശ് പൂവത്തിങ്കൽ നഗരത്തിൽ അറിയപ്പെടുന്ന വ്യക്തി തന്നെയാണ്. കോൺഗ്രസിൽ വളരെ സജീവമായ വ്യക്തി കൂടിയാണ്. തന്നെ നേതൃത്വം തുടർച്ചയായി അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയത്. ഒരു വിഭാഗം ആൾ മാത്രമാണ് പരിഗണിക്കുന്നത് എന്നാണ് ജയപ്രകാശിന്റെ പരാതി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കോർപ്പറേഷനിലേക്ക് മത്സരിച്ചിരുന്ന വ്യക്തിയാണ് ജയപ്രകാശ് എന്ന് കൂടി ഓർക്കണം. ഇപ്പോഴും കോൺഗ്രസിൽ അംഗത്വമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ രാജൻ പല്ലനെ പോലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരുന്നത് കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ത്രികോണ മത്സരത്തിന്റെ രൂപത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം തൃശ്ശൂരിലുള്ളപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കും വലിയ മുൻതൂക്കമില്ലാത്ത ഒരു സ്ഥിതിപ്പോൾ കോൺഗ്രസിന്റെ ചില അനുകൂല വോട്ടുകൾ മറ്റൊരു ക്യാമ്പിലേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും നേതൃത്വത്തെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. എന്തായാലും പത്രിക പിൻവലിക്കുന്നതിന് മുമ്പ് ജയപ്രകാശിനെ വരുതിയിലാക്കാനും സ്വന്തം പാളയത്തിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്.